കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സസ്പെൻഷൻ നടപടിയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പാർട്ടിയുടെ അന്വേഷണമൊക്കെ നടന്നിരുന്നോ? അതിനുശേഷമാണോ സസ്പെൻഷൻ? ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കേൾക്കാമോ അങ്ങേക്ക്? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് സസ്പെൻഷൻ നൽകിയിരിക്കുന്നു പാർട്ടി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ? പാർട്ടിയുടെ ഔദ്യോഗികമായുള്ള ഇത്തരം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കേണ്ടത് പാർട്ടിയുടെ പ്രസിഡന്റാണ്, KPC പ്രസിഡന്റാണ്. അദ്ദേഹം, നിങ്ങൾ പറയുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അദ്ദേഹം വലിയ താമസമില്ലാതെ മാധ്യമങ്ങളെ കണ്ട് ഇതിന്റെ തീരുമാനം വിശദീകരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് മറ്റ് നേതാക്കന്മാരുമായി കൂടിയാലോചന നടത്തുന്നതും ഇതിന്മേൽ ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തേണ്ടതും. അതുവരെ നിങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, സാധാരണഗതിയിൽ ഒരു സസ്പെൻഷനൊക്കെ അല്ലെങ്കിൽ ഒരു നടപടിയൊക്കെ എടുക്കുന്നത് ഒരു അന്വേഷണമൊക്കെ കഴിഞ്ഞിട്ടാണ്. പാർട്ടി തലത്തിൽ ഇപ്പോൾ 3 ദിവസമേ ആയുള്ളൂ ഈ ആരോപണങ്ങളൊക്കെ ഇങ്ങനെ തുടർച്ചയായി പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ട്. പാർട്ടി തലത്തിൽ അന്വേഷണമൊക്കെ നടന്നിരുന്നോ? നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരാതി പാർട്ടിക്കോ മറ്റേതെങ്കിലും നിയമപ്രകാരം നൽകേണ്ട ഏജൻസിക്കോ ആരും നൽകിയിട്ടില്ല. എന്നിരിക്കെ ഇത്തരത്തിലൊരു ആരോപണം മാധ്യമങ്ങളിലൂടെ വന്ന് 24 മണിക്കൂറിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചു. 72 മണിക്കൂറിനുള്ളിൽ പാർട്ടി, ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ പാർട്ടി ഇത്തരത്തിൽ അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങളിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ചടുലമായ നീക്കങ്ങളിലൂടെ ഒരു തീരുമാനമെടുക്കാൻ ഈ സംസ്ഥാനത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് കഴിയുക? താങ്കൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയേറെ ഞങ്ങളെ നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ TV ഉൾപ്പെടെ ഞങ്ങൾക്കെതിരായി ഇത്രയും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരിക്കലും കോൺഗ്രസിനെതിരല്ല കേട്ടോ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസിനെതിരായി അങ്ങ് കരുതരുത്. കോൺഗ്രസിനെതിരല്ല, ആ ഒരു വിഷയത്തിലാണ്. കേൾക്കൂ, അതിൽ നടപടിയെടുക്കുന്നതിനെ സംബന്ധിച്ചാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പുറത്താക്കി, ഇന്നലെ പുറത്താക്കി, മെനഞ്ഞാന്ന് പുറത്താക്കി, ഇന്നിപ്പോ സസ്പെൻഡ് ചെയ്തു, ഏതോ ആയിക്കോട്ടെ. എന്റെ ചോദ്യം, ഈ സംസ്ഥാനത്തെ നിയമസഭയിൽ മന്ത്രിസഭയിൽ ഇരിക്കുന്ന മന്ത്രിമാരെ സംബന്ധിച്ച് സ്വന്തം ഭാര്യ തന്നെ വന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ള നടപടികളെ സംബന്ധിച്ച് നമുക്കറിയാം. ഈ സംസ്ഥാനത്ത് എത്രയോ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടാക്കിയ ഒരു നായകൻ തന്നെ ഈ മന്ത്രിസഭയിലുണ്ട്. നിയമസഭയിൽ നോക്കൂ, നിയമസഭയിൽ CPM-ന്റെ ജനപ്രതിനിധിയായിരിക്കുന്നയാൾ, അദ്ദേഹം ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പരാമർശം വരികയും അദ്ദേഹത്തിനെതിരായി കേസ് വരികയും ആ കേസ് പിണറായി വിജയന്റെ പോലീസ് അന്വേഷിക്കുകയും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം ഇപ്പോൾ MLA ആയി തുടരുന്നുണ്ട്. ആ സ്ഥാനത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പരാതി പോലും രേഖാമൂലം ഏതെങ്കിലും ഏജൻസിയുടെ മുമ്പിൽ വരുന്നതിന് മുമ്പ് തന്നെ 72 മണിക്കൂറിനുള്ളിൽ പാർട്ടി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ, ഞാൻ അതുകൊണ്ടാണ് ആവർത്തിക്കുന്നത്, ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നിലപാട് വ്യത്യസ്തതയാർന്ന നിലപാടായിരിക്കുമെന്ന പ്രഖ്യാപനം അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന നടപടികളാണ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് സ്വാഗതം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് അയാൾ ഇപ്പോഴും ഒരു ജനപ്രതിനിധിയായി തുടരുന്നു? പാലക്കാടിന് മേൽ എന്തിനാണ് കോൺഗ്രസിന് വേണ്ടാത്ത, കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ, UDF-നൊപ്പം ഒന്നിച്ചിരിക്കാൻ സമ്മതിക്കാത്ത ഒരാളെ പാലക്കാടിന് മേൽ എന്തിനാണ് നിങ്ങൾ വീണ്ടും ഇങ്ങനെ തുടരാൻ അനുവദിക്കുന്നത്? ഒരാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പാർട്ടി അദ്ദേഹത്തിന്റെ മേൽ അത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഒരു ഇൻഡിവിജ്വലാണ്. ആ കാര്യത്തിൽ അദ്ദേഹം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ലാതാകുന്നു. അതിനപ്പുറത്തേക്ക് താങ്കൾ ഇത് ചോദിക്കുമ്പോഴാണ് എന്റെ വീണ്ടുമുള്ള ഉപചോദ്യം ഉണ്ടാകുന്നത്, മുകേഷിനെ സംബന്ധിച്ച് നിങ്ങളുടെ നിലപാട് എന്താണ്? കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ഒരു MLA സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ നിലപാട്? കേസുകൾ എടുക്കപ്പെട്ട എത്രയോ മന്ത്രിമാരുൾപ്പെടെ ഇപ്പോൾ നമ്മുടെ മന്ത്രിസഭയിലുണ്ട്. എന്താണ് നിങ്ങളുടെ നിലപാട്? ഇവിടെ മാതൃകാപരമായ തീരുമാനം പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടും നിങ്ങൾ ഇത്തരം ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം ആദ്യം പോയി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പ്ലീസ് കേൾക്കൂ, ഞാൻ പറഞ്ഞ അവസാനം അസ്വസ്ഥയാകാതിരിക്കൂ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോട് പോയി ചോദിക്കണം നിങ്ങളുടെ പ്രതിനിധികൾ. നോക്കൂ, കോൺഗ്രസ് മാതൃകാപരമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ഇവിടെ മുകേഷ് എന്ന് പറയുന്ന ആളിനെ സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ പോലീസ് തന്നെ അന്വേഷിച്ച് ആ FIR-മേൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടയാളാണ് ഇപ്പോഴും MLA ആയി തുടരുന്നത്. ഇത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്ന് ആദ്യം MV ഗോവിന്ദനോടും ചോദിക്കൂ. അദ്ദേഹം അതിനൊരു മറുപടി പറയട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ എടുക്കാൻ കഴിയുന്ന നടപടി എടുത്തു കഴിഞ്ഞിരിക്കുന്നു.
ഒരു പാർട്ടി ഞാൻ വീണ്ടും ആവർത്തിക്കല്ലേ, ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും തീർച്ചയായും അതൊരു നല്ല കാര്യമാണ്. ഒരു ജനപ്രതിനിധിയെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതെ, അതൊരു നല്ല കാര്യമാണ്. താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ എം മുകേഷിനെ കുറിച്ച് പറയുമ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അപ്പുറത്ത് എൽദോസ് കുന്നപ്പള്ളിയും എം വിൻസെന്റും നിൽക്കുന്നുണ്ട്. അവരുടെ കാര്യത്തിലൊന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരു നടപടിയും കണ്ടില്ല. നമുക്ക് ചർച്ച ചെയ്യാവുന്ന, ഞാൻ പറഞ്ഞപ്പോൾ കുറ്റപത്രം കൊടുത്ത ഒരാളെ കുറിച്ചാണ് പറഞ്ഞത്. കുറ്റപത്രം കൊടുത്ത ഒരാളെ കുറിച്ച് ഞാനിപ്പോ പറയുന്നത്, കുറ്റപത്രം കൊടുത്ത ഒരാളെ കുറിച്ച്. അവരെയും പിന്നെ എം വിൻസെന്റുമായിട്ടോ അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല. CPM-ന്റെ നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ ഭരിക്കുമ്പോൾ, ഇവിടെ ആഭ്യന്തര വകുപ്പ് ശ്രീ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഇടതുപക്ഷ MLA-ക്കെതിരെ അന്വേഷണം നടത്തി അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തിനെതിരായിട്ടുള്ള ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുത്തിരിക്കുമ്പോഴാണ് ഒരു പരാതി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ, നിയമാനുസൃതം ഒരു പരാതി പോലും ഒരു ബോഡിയുടെ മുമ്പിൽ പോലും വരാത്ത സാഹചര്യത്തിൽ ഒരു ജനപ്രതിനിധിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള ആർജവം കാണിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇനി നിങ്ങൾ ചോദിക്കും, ഞാൻ ഒറ്റ കാര്യം കൂടി, ഈ സസ്പെൻഷൻ എത്ര കാലത്തേക്കാണ്? ഇതിപ്പോൾ ഈ നിയമസഭാംഗം എന്നുള്ള കാലാവധി ഇപ്പോൾ തീരും, 2026 തെരഞ്ഞെടുപ്പും വരും. അയാൾ ഇനി മത്സരിക്കുമോ? ഇനിയിപ്പോൾ സസ്പെൻഷൻ മാത്രമാണ്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. സസ്പെൻഷൻ എന്നത് താൽക്കാലിക നടപടിയാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അങ്ങേക്കും എനിക്കും കേട്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നത് പോലെ. സുജയ, എന്നെ ഇനിയും പ്രകോപിതയാക്കരുത്. ഒരിക്കലുമില്ല. അങ്ങ് നമ്മൾ വളരെ നന്നായി സംസാരിക്കുന്ന ആളുകളല്ലേ, ഞാൻ എന്തിനാണ് പ്രകോപിപ്പിക്കുന്നത്? നോക്കൂ, കേൾക്കൂ, ഈ സസ്പെൻഷൻ പോലും ഔദ്യോഗികമായി KPC പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഔദ്യോഗികമായി വാർത്താ സമ്മേളനത്തിൽ പറയുമ്പോൾ അതിന്റെ തുടർ നടപടികളെ സംബന്ധിച്ചും അദ്ദേഹം സ്വാഭാവികമായും വെളിപ്പെടുത്തും. സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതിനിധികൾക്ക് അവിടെ ചോദിക്കുകയും ചെയ്യാം. അദ്ദേഹമാണത് പറയേണ്ടതെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തും. പക്ഷേ താങ്കൾക്ക് അറിയാവുന്ന ഒരു കാര്യം ഉണ്ടാകുമല്ലോ, ഈ താൽക്കാലിക നടപടിയാണെങ്കിലും സ്ഥിരം നടപടിയാണെങ്കിലും അതിനൊരു കമ്മീഷനൊക്കെ രൂപീകരിച്ച് അയാൾക്ക് പറയാനുള്ളത് കൂടി കേട്ടൊക്കെ ആയിരിക്കുമല്ലോ. ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം. അപ്പോൾ അത്രയ്ക്ക് ഉറപ്പാണോ? അന്വേഷണം പോലും വേണ്ടെന്നാണോ? പ്രാഥമികം ഇപ്പൊ ഇത് രണ്ടും നിങ്ങൾ തന്നെയാണോ പറയുന്നത്? അദ്ദേഹത്തെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ഇന്ന് രാവിലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന സുജയ പാർവതി ഒരു അന്വേഷണം പോലും ഇല്ലാതെ MLA സ്ഥാനം സുജയ പാർവതിയുടെ വ്യക്തിപരമായ ആഗ്രഹമല്ല. നമ്മൾ പൊതുസമൂഹത്തിൽ ഉയരുന്ന കാര്യങ്ങൾ അത് മാധ്യമം എന്ന നിലയിൽ ആവർത്തിക്കുകയാണ്, അല്ലാതെ എനിക്ക് വ്യക്തിപരമായ ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കോൺട്രഡിക്ടറി ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്. കോൺട്രഡിക്ടറി ആയിട്ടാണ് ആക്ഷൻസ് കാണുന്നത്. ഒരിക്കലുമല്ല. ഞങ്ങളുടെ ഭാഗത്ത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റഡി ആയിട്ടുള്ള നിലപാടുകളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഉമാ തോമസ് MLA അടക്കമുള്ള വനിതാ നേതാക്കൾ പറഞ്ഞത് അയാൾ MLA സ്ഥാനം എത്രയും പെട്ടെന്ന് ഒഴിയണമെന്നാണ്. അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ആശങ്ക ഉമാ തോമസ് ഇന്നലെ പങ്കുവെച്ചത് ഞാൻ ആവർത്തിക്കുന്നു. എനിക്ക് വളരെ സ്നേഹമുള്ള ബഹുമാനമുള്ള ഒരു ജനപ്രതിനിധിയാണ് അവർ. അപ്പോൾ അവർ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിച്ചു എന്നേ ഉള്ളൂ. അവർക്കുള്ള മറുപടി എന്താണ്? ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഒരുപാടുണ്ടാകാം. അത് പാർട്ടി പ്രസിഡന്റ് ഉണ്ടാകാം, പ്രതിപക്ഷ നേതാവിനുണ്ടാകാം, മുൻ പ്രതിപക്ഷ നേതാവിനുണ്ടാകാം, നേതാക്കൾക്കെല്ലാം ഓരോരോ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതിൽ ആത്യന്തികമായി പാർട്ടി കൂട്ടായി എടുക്കുന്ന തീരുമാനത്തെ അവരെല്ലാവരും അംഗീകരിക്കാറാണ് പതിവ്. അത്തരത്തിൽ പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ശ്രീ സണ്ണി ജോസഫ് MLA ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ പറയുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സസ്പെൻഷനെ സംബന്ധിച്ച് അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറയുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെയാണ് ബാക്കി കാര്യങ്ങൾ ചോദിക്കേണ്ടതും, അവിടെയാണ് പാർട്ടി തീരുമാനങ്ങൾ എടുത്ത് പ്രഖ്യാപിച്ചത്. ഓക്കെ, വളരെ നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, നിങ്ങളുടെ പ്രതിനിധിയോട് പറയണം, പോയി MP ഗോവിന്ദനോട് ചോദിക്കാൻ പറയണം. ഉറപ്പായിട്ടും. കാരണം ഇതൊരു ന്യൂ നോർമൽ കോൺഗ്രസ് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം തന്നെ നിങ്ങൾ ഒരുക്കുകയാണ്. അതാണ് ഒരു മികച്ച രീതിയിൽ. കോൺഗ്രസ് ഒരിക്കലും ആവർത്തിക്കുകയല്ലല്ലോ ചെയ്യേണ്ടത്. കോൺഗ്രസിന്റേതായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പോൾ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു നിലപാടെടുത്താൽ അത് ഉയർത്തിപ്പിടിച്ച് തന്നെ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പോകാനും കഴിയും. വളരെ നന്ദി. എല്ലാ ഭാവുകങ്ങളും ശ്രീ ജ്യോതികുമാർ ചാമക്കാല. താങ്ക് യു.